ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി സുധിയെ നീലിമയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് പോലും നടന്ന സത്യങ്ങളൊന്നും അവരെ അറിയിക്കുന്നില്ല. എന്താണ് നടന്നതെന്ന്, തൻ്റെ അച്ഛൻ്റെ പൈസ 50 ലക്ഷം തൻ്റെ കയ്യിൽ കിട്ടിയ കാര്യവും അതുകൊണ്ടാണ് കട തുടങ്ങിയ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് പിന്നെയും നുണകളുടെ കൊട്ടാരം പണിത് അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് നീലിമ വീണ്ടും നമ്മുടെ സുധിയെ വിളിക്കുകയാണ്. സുധി ലൗഡ് ഇട്ടിട്ട് ശ്രുതിക്കും കൂടി കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, നീ രക്ഷപ്പെട്ടു എന്ന് നീ കരുതണ്ട. നിന്റെ ആൾക്കാർ, നിന്റെ ഭാര്യ തയ്യാറാക്കിയ ആൾക്കാർ, അവരുടെ കയ്യിൽ മെഷീൻ ഗണ്ണൊക്കെ ഉണ്ടായത് കൊണ്ടാണ് നീ ഇപ്രാവശ്യം രക്ഷപ്പെട്ടത്. അപ്പോൾ അവർക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല എന്തുള്ളി വിളി പറയണേന്നുള്ള രീതിയിൽ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഓ അങ്ങനെ നിനക്ക് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, നീ വലിയ ഡയലോഗൊക്കെ പറഞ്ഞിരുന്നോടി എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ, നോക്കിക്കോ, നീ വിചാരിക്കുന്ന പോലെയല്ല, നീ താമസിക്കുന്ന സ്ഥലത്തായാലും നിന്റെ അച്ഛമ്മയുടെ നാട്ടിലായാലും എവിടെയായാലും എൻ്റെ ആൾക്കാർ, അത് കാനഡയിൽ നിന്നാണോ ഇവിടെ നിന്നാണെന്ന് അറിയില്ല, നിന്റെ ആൾക്കാർ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് സുധിയെയും ശ്രുതിയുടെയും അവർ ഭയപ്പെട്ടിട്ട് തന്നെയാണ് നീലിമ ഫോൺ കട്ട് ചെയ്യുന്നത്. അതേ സമയത്താണെങ്കിൽ സച്ചിയുടെ കളിക്കൂട്ടുകാരിയായിട്ടുള്ള ആമി പെട്ടെന്ന് കാറിൽ വന്ന് നല്ല ഫാഷനിലുള്ള ലുക്കൊക്കെ ആയിട്ട് മോഡേൺ ഡ്രസ്സിലൊക്കെ വന്നിട്ട് അവൾ അങ്ങനെ ഓടി വന്ന് സച്ചി പുറത്തേക്ക് വരണ കാണുമ്പോൾ സച്ചി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാതെ രേവതി അങ്ങനെ കാലം നീട്ടി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം രേവതി എന്താണ് താനീ കാണുന്ന കാഴ്ച എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്തായാലും അപ്പോഴായിരിക്കും സച്ചി അവരിങ്ങനെ സ്നേഹമൊക്കെ കണ്ട് പിന്നെ അവിടെ നേരെ രവീന്ദ്രൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വർഷ വരുന്നുണ്ട്. രവീന്ദ്രന് ആദ്യം മനസ്സിലാക്കുന്നില്ല ആമിയെ. അപ്പോഴായിരിക്കും സച്ചിയുടെ കളിക്കൂട്ടുകാരിയാണ്, അച്ഛമ്മയുടെ നാട്ടുകാരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ രേവതിക്ക് കുശുമ്പ് സഹിക്കാൻ പറ്റാതെ സച്ചിയെയും വിളിച്ചിട്ട് എൻ്റെ കാല് വേദനിക്കുന്നു, എന്നെ ഒന്ന് കൊണ്ട് റൂമിൽ കെടുത്തോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ എനിക്കുമുണ്ട് കുറേ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്, പക്ഷേ ഞാനിതുപോലെ അവരെ ചെന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നില്ല, കൂടിപ്പോയ ഷെയ്ക്കൻഡ് കൊടുക്കും, കൈ കൊടുക്കും, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പം ഇത് ഇത്തിരി കൂടുതലാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ രേവതി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിനെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. ക്യൂടെക്സ് ഒക്കെ നെയിൽ പോളിഷൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവനോട് പറയുന്നുണ്ട്. ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ അതായത് ആമി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആമി 2 ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രുതിക്ക് ഈ രേവതിക്കായാലും അതുപോലെ സച്ചിക്കായാലും 2 ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും കളിക്കുന്ന ചെറുപ്പത്തിലുള്ള 2 ഫോട്ടോയും കൊടുക്കുകയാണ്. അത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല രേവതിക്ക്. രേവതി പറയുന്നുണ്ട്, ഓ അവൾ വലിയ ഫാഷൻകാരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോ അങ്ങോട്ട് അവിടെ ഇടുകയാണ്. എന്നിട്ട് അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് പണിയാവോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവൾക്ക് കിടക്കാനായിട്ട് അച്ഛൻ്റെ റൂമാണ്, അച്ഛൻ തന്നെയാണ് ആ റൂം ഒരുക്കി കൊടുക്കുന്നത്. കാരണം ഇവിടെ ബെഡ്റൂമിൻ്റെ പ്രശ്നം നടക്കുന്ന കാര്യം അവൾ അറിയരുത് എന്ന് സച്ചിയോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട ഞങ്ങൾ മാറിക്കൊടുക്കാം, അവിടെ കിടന്നോട്ടെ എന്ന് പറയാണ്. അപ്പോൾ വേണ്ട ഞാൻ മാറിക്കൊടുത്തോണ്ട് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ്റെ റൂമിലാണ് നമ്മുടെ ആമിയെ കിടത്താൻ, അവൾക്ക് ബെഡ്റൂം അവിടെയാണ് ഒരുക്കി കൊടുക്കുന്നത്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവിടേക്ക് നമ്മുടെ സുധിയും ശ്രുതിയും കൂടി ജോലി കഴിഞ്ഞ് വരികയാണ്. അപ്പോഴാണ് ഈ ആമിയെ കാണുന്നത്. ആരാണെന്ന് ആദ്യം അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സച്ചിയുടെ കളിക്കൂട്ടുകാരിയാണ്, അച്ഛമ്മയുടെ നാട്ടുകാരിയാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ ഇതിലേക്ക് വന്നിട്ട് പറയാണ് സുധി, ഇങ്ങനെ ഒരു കളിക്കൂട്ടുകാരി ഇവനുള്ള കാര്യം എനിക്കറിയില്ലല്ലോ, ഞാൻ അതിനു മുമ്പ് ഇവനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അതെ അവിടെ അവൾക്ക് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി തന്നെയാണ്. അതിന് നീ എപ്പോഴാണ് അച്ഛമ്മേരെ നാട്ടിലോട്ട് പോയിട്ടുള്ളത്? നീ ഇവിടെയല്ല നിന്നിരുന്നത്, നിനക്ക് അച്ഛമ്മേരെ നാടും അച്ഛമ്മയൊക്കെ നിനക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ കാര്യങ്ങളൊക്കെ അറിയുന്നത്? തന്നെയല്ല അവളിപ്പോൾ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവൾ കാനഡയിലായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ സുധി ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം യാമിയെ ചെന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മാറി നിന്നിട്ട് സുധി പറയുകയാണ്, അതെ ഈ പെണ്ണിൻ്റെ വരവിൽ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്, ഇത് നമ്മളെ പൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇവള് വന്നിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്, നീലിമയുടെ ആളാവോ ഇവള്, എനിക്ക് അങ്ങനെ നല്ലൊരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ശ്രുതിയും ഭയപ്പെടുന്നുണ്ട്. ആമിയുടെ ആ വരവ് അവളെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.